നമ്മളിപ്പോ കയറി ചെല്ലാൻ പോകുന്നത് നമ്മുടെ സ്വന്തം കോട്ടപ്പുറം കോട്ടയാണ്. കൊടുങ്ങല്ലൂർ ഉണ്ടെങ്കിൽ എത്ര പേര് കോട്ടപ്പുറം കോട്ട പോയി കണ്ടിട്ടുണ്ട്? ഞാനും ഇത്ര കൊല്ലം ഉണ്ടായിട്ടും കോട്ടപ്പുറം കോട്ട ഇതേവരെ കണ്ടിട്ടില്ല. അപ്പൊ ആദ്യമായിട്ടാണ് ഞാൻ ഈ നമ്മുടെ ഒരുപാട് ചരിത്രപരമായ കാര്യങ്ങൾ ഉറങ്ങുന്ന ഈ സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. അപ്പൊ നമ്മുടെ കോട്ടപ്പുറം പാലം കഴിഞ്ഞു. അവിടുത്തെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് പെർ ഹെഡ് 10 റുപ്പീസ് ആണ് ഒരാൾക്ക്. നമുക്ക് ഇതിന്റെ ഉള്ളിൽ കയറി കണ്ട് എക്സ്പ്ലോർ ചെയ്യുന്നതിന് അവർ ഈടാക്കുന്ന ചാർജ് വളരെ ചെറിയൊരു തുക തന്നെയാണല്ലേ. ഈ കോട്ട 1503 പോർച്ചുഗീസുകാർ നിർമ്മിച്ചത്. കൊടുങ്ങല്ലൂർ കോട്ട എന്ന് പറയുന്നു. കോട്ടപ്പുറത്ത് സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് ഇത് കോട്ടപ്പുറം കോട്ട എന്നും അറിയപ്പെടുന്നു. കരയും കടലും മൂലമുള്ള ആക്രമണങ്ങളെല്ലാം ചെറുക്കാനായിട്ടാണ് പണ്ട് ഇത് നിർമ്മിച്ചിരുന്നത്. നിർത്തലാക്കിയ കോട്ടപ്പുറം ചെട്ടിക്ക് അല്പം കിഴക്കായാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഒരു ചെറിയ കുന്നിൻപുറം ഉൾപ്പെടുന്ന തരത്തിലാണ് ഇതിന്റെ നിർമ്മാണം. ഉള്ളിലായിട്ട് നമുക്ക് പണ്ടത്തെ ആർമറി എല്ലാം സൂക്ഷിച്ചിരുന്ന സ്ഥലമെല്ലാം കാണാട്ടോ. 1789 മൈസൂർ രാജാവ് ഡച്ചുകാരിൽ നിന്നും ഈ കോട്ട വാങ്ങി ആളുടെ പേരിലാക്കുകയാണ് ചെയ്തത്. 2009 മുസിരീസ് ഹെറിറ്റേജിന്റെ ഭാഗമായിട്ട് ഇതിന്റെ എക്സ്കവേഷൻ തുടങ്ങിയത്. 923 സെന്റിമീറ്റർ വരെ നടത്തിയ ഖനനത്തിൽ നിന്ന് വിവിധ തരത്തിലുള്ള മൃഗങ്ങളുടെ പ്രതിമകൾ, മുത്തുകൾ, വളകൾ, ചൈനീസ് നാണയം, സ്വർണ്ണ നാണയം, പാത്രങ്ങൾ കൂടാതെ മനുഷ്യ അസ്ഥികൂടങ്ങൾ, തറകൾ, ഭിത്തികൾ എന്നിവയുടെ അവശിഷ്ടങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. കോട്ടയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഇതുപോലെ നിരത്തി വെച്ച ഫ്ലക്സുകൾ നമുക്ക് കാണാൻ പറ്റും. ആ ഫ്ലക്സുകളിൽ എങ്ങനെയാണ് ഈ ഖനനങ്ങൾ നടത്തിയത്, എന്തെല്ലാം വസ്തുക്കളാണ് ലഭിച്ചത്, അത് കൂടാതെ കോട്ടയുടെ ഓരോരോ ഭാഗങ്ങളുടെയും വിശദമായ ഫോട്ടോസ് എല്ലാം നമുക്ക് കാണാം. അങ്ങനെ ഫോട്ടോ സെക്ഷൻ കഴിഞ്ഞ് ഞാൻ താഴത്തേക്ക് ഇറങ്ങുകയാണ്. ഇതെല്ലാം പണ്ടത്തെ കാലത്ത് നിർമ്മിച്ചത് തന്നെയാണ് ഓരോ സ്ഥലങ്ങള്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ കണ്ടത് കോട്ടയുടെ മുകൾ ഭാഗത്തുള്ള കാഴ്ചകളാണ്. ഇനി നമ്മൾ താഴേക്ക് ഇറങ്ങിപ്പോയി താഴെയുള്ള കാഴ്ചകൾ വിശദമായിട്ടൊന്ന് കാണാം. അപ്പോൾ ഈ ഭാഗം കാണുന്നത് കൂടുതലും കായലിനോട് ചേർന്ന ഒരു പ്രദേശമാണ്. കുറച്ചും കൂടി വിസ്താരമുള്ള ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ കോട്ടയുടെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ കോട്ടപ്പുറം കോട്ടയിൽ പോവാത്ത എല്ലാവരും ഒന്ന് പോയി കാണുക, നമ്മുടെ ചരിത്രമൊക്കെ ഒന്നറിയുക. വളരെ ചെറിയൊരു എൻട്രി ഫീസ് അല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇത് ഒരു ഇൻഫോർമേറ്റീവ് ആയെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് എല്ലാവരെയും പിന്നെ കാണാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തേക്ക് വിടാം. എല്ലാവർക്കും ബൈ.